വേഗം അവിടെ പോ നിൽക്കാം. ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ ഫുള്ളായി. നീ ഒരൊറ്റ ഒരുത്തം കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ, നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധം? അതെ. എങ്കിൽ നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമോന്ന് ഞാനൊന്ന് തപ്പട്ടെ. ഹായ് പ്രകാശ്. ഹായ് സഞ്ജു. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ എബി. എനിവേ വിട്ടോളൂ. ക്യാരി ഓൺ. ഞാൻ വേണേ സാക്രിഫൈസ് ചെയ്യാം. ഈ ടിക്കറ്റിന് സോനയ്ക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ. അവള് വരുവോ? അത് നിന്റെ മിടുക്ക്. അപ്പൊ എബി സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ചെല്ലടാ. എന്താ കേറിയില്ലേ? പടം തുടങ്ങും. അത് പിന്നെ സഞ്ജു കണ്ടതാ പടം. ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്? അല്ല, എന്തായാലും ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്. ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല, ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല. വാ നമുക്ക് പോവാം. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ? പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല, ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ. അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും. അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്. പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു. നമ്മൾ ഭേഷ പടം കാണുന്നു. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്. അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ, പടം തുടങ്ങി തോന്നുന്നു. നമുക്ക് കയറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു. പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ. സീറ്റ് നമ്പർ ഉണ്ട്. H14 ഡബിൾ ചെക്ക്. H15. അയ്യോ, തൊട്ടടുത്ത സീറ്റ്. ഓക്കേ ദെൻ ബൈ. ഏയ് താങ്ക് യു പ്രകാശ്. സഞ്ജു, ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം. ഓക്കേ. പോക്കൃത്തരമാണല്ലോ അവള് കാണിച്ചത്. ഒന്ന് ചമ്മേ, എന്നാലും സാരമില്ല. I like her smartness. Come on, Ebi, pass it here. Jackson, back. ഹലോ സോന. ഹായ്. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? വീട്ടിൽ പോന്നില്ലേ? ദേ കോന്തന്റെ ബൈക്ക് കേടാ. അവനെയും കാത്തിരിക്കുവാ. ഡ്രൈവർ പണി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് മൂവി. യു ആർ സോ സ്മാർട്ട്. ഇന്നലെ തന്റെ ആ കുസൃതി എനിക്ക് വളരെ ഇഷ്ടമായി. Is it? ഞാൻ കരുതി പ്രകാശൻ എന്നോട് ദേഷ്യായിരിക്കുമെന്ന്. ഏയ് നെവർ. നിക്ക് ഒരു 5 മിനിറ്റ്. ഓയ് ഒരു 5 മിനിറ്റടാ. ഏയ് എന്താ നിക്കുന്നേ? കം സെറ്റ്. എബിയുടെ കൂടെ അല്ലാതെ ഞാൻ ഒരിക്കലും സോനയെ തനിച്ച് കണ്ടിട്ടില്ല. സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ത്? I thought you were in love. Sorry, ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ മനസ്സിലായി, I was mistaken. ഫൈനൽ ഇയറാ ഞങ്ങൾ ഈ കോളേജില്. പ്രകാശ് ഇപ്പൊ ചോദിച്ച പോലെ ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. I'm sorry, really sorry. ബൈ. ഹായ് പ്രകാശ്. ഹായ് അബി. ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ സഞ്ജുന്റെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവൻ വാങ്ങാൻ കൂട്ടാക്കിയില്ല. പോടാ. ബൈ പ്രകാശ്. വെറുതെ അതും ഇതൊന്നും ആലോചിക്കണ്ട കേട്ടോ. See you. ബൈ. എന്താ പിന്നെ ഒലിപ്പേര് തന്നെയാണോ? ഇത് അത് തന്നെയാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇടപെടണോടാ? വേണ്ടി വന്നേക്കും. ഇപ്പൊ സമയായിട്ടില്ല. എന്താടാ? പ്രകാശിനൊരു സംശയം, നമ്മള് തമ്മിൽ ലവ് ആണോന്ന്. അങ്ങനെ ചോദിച്ചോ? ആഹാ, ആള് വിചാരിച്ച പോലെ അല്ലല്ലോ. ചെങ്കീരിയാണല്ലോടാ. ഓട്ടടാ. എവിടം വരെ പോകും നോക്കാം അല്ലേ?
ഹായ് മേനൻ അങ്കിൾ. ഹായ് എബി. സ്കോർ 3. 98 for 5. നമ്മുടെ കാര്യം പോക്കാണ്. ഇനിയിപ്പോ മാർച്ച് 31 വരെ എന്റെ ക്രിക്കറ്റ് കളി കാണൽ ഇവിടെയാ. അവിടെ ലക്ഷ്മിക്ക് SLC കാരണം കേബിൾ കട്ട് ചെയ്തു. ക്രിക്കറ്റ് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. നമ്മുടെ മോക്ക് മനസ്സിലാവണ്ടേ? ഏയ് രുക്കു, മമ്മി വന്നില്ലേ? இல்ல லேட் ஆகும்னு போன் வந்துச்சு. എനിക്കൊരു ചായ അങ്കിളിനും വേണേ. ஆ எபி எங்க உன் சைட்? நான் ஸ்பெஷல் மிளகா பஜ்ஜி போட்டு வச்சிருக்கேன். வர சொல்ல. ഹൈ, എത്തിരിക്കപ്പെട്ടി മുളകാ ബജി. അരേ വാ, ഞാൻ ഇപ്പോൾ ആളെ വിളിക്കാം. ഹേയ്, എത്തിരിക്കപ്പെട്ടി മുളകാ ബജ്ജി. പോരട്ടെ പോരട്ടെ പോരട്ടെ. சாப்பிட்டு பார்த்துட்டு சொல்ல. ഓക്കേ. ക്യാച്ച്. ഏയ് സോന, നിനക്കറിയോ നമ്മുടെ രുക്കുവിന്റെ എത്തിരിക്കാപ്പെട്ടി മുളകാ ബജി ரொம்ப ഫേമസ്. തിരുവനന്തപുരത്തെ ഇതിനു മുമ്പ് രുക്കു നിന്ന ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പിൽസ് ഈ മുളകാ ബജി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു സൈറ്റ്. நான் ஒண்ணு சும்மா வரல. நல்ல மூஞ்சி மேல 4 அரை அரைஞ்சிட்டு தானே வந்தேன். കുറച്ച് വെള്ളം. இந்த ஆளோட பெரிய லொல்லா போச்சுப்பா. காலையில இருந்து இன்னொரு வரைக்கும் 9 தடவை தண்ணி வாங்கி குடிச்சிட்டான். இந்த ஆளு என்ன முனிசிபாலிட்டி வாட்டுட்டாங்க தண்ணிய வாங்கி வாங்கி உள்ள ஸ்டோர் பண்ணிக்கிறதுக்கு. மத்தியானம் வேற சாப்பாட்டுக்கு வீட்டுக்கு போயிட்டு நல்ல மூக்கு முட்டை மொக்கிட்டு வந்துட்டான். சாயந்தரம் சன் டிவில எம்ஜிஆர் படம், அன்பேவா, லவ்ஸ் படம் பார்க்க முடியாது போல இருக்கே. இந்த ஆளுக்கு வேற வேலையே இல்ல. ஏய் மூப்பில்ஸ் ரிட்டயர்ட் கேனலா. ஆமா, கேனலாவது கோணலாவது. எனக்கு இந்த ரிட்டயர்ட் கேலட் பையில பார்த்தாலே தலையில இருந்து கால் வரைக்கும் உடம்பெல்லாம் தக தகான்னு எரியும். அதுவும் இல்லாம நம்மள மாதிரி வயசு பொண்ணுங்களை பார்த்தாலே இந்த கிழட்டு பையிலுக்குள்ள ஒரு இது வரும்பா. ഇതാ ஜல்சாதே. ഓ മേനൻ അങ്കിൾ പാവല്ലേ രുക്കു. பாவம் எல்லாம் போக போகத்தானே தெரியும். ക്രിക്കറ്റുകളുടെ പേരും പറഞ്ഞുള്ള മേനോനങ്ങളുടെ ഇരിപ്പില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോടാ? അല്ല, ആള് പണ്ടേ ഒരു ചിക്കൻ 65 ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഈ കോളനിയിൽ ചിക്കൻ 65ഉം ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണോ? എന്താ നമ്മൾ മോശമാണോ? ஹாய் சோனபிஸ். எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம். நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே கொடுத்தேன்னா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு. அது என்னன்னே எனக்கு புரிய மாட்டேங்குது. சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட். இது மலையாளமும் இல்ல. சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு. அது என்ன இளவனே புரிய மாட்டேங்குது. പറഞ്ഞോ പറഞ്ഞോ ചൊല്ലി ചൊല്ലി അപ്പൊ ചൊല്ലില്ലേ? ചൊല്ലിച്ചപ്പ. എടാ എബി അത് ചൊല്ലിയടാ ചൊല്ലിയടാ. തണ്ണി വാങ്ങി കുടിച്ചപ്പോൾ മേനോനങ്ങളായി ചൊല്ലിയല്ലേ? ചൊല്ലിയല്ലേ? ഇതാണ് മേനോനങ്ങളുടെ കുഴപ്പം. ഇത് തന്നെയാണ് മേനോനങ്ങളുടെ കുഴപ്പം. അന്ന് പിള്ള സാറിന്റെ വീട്ടിൽ ടി വി കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന ജാനകിയുടെ കൈ പിടിച്ച് മേനോനങ്ങൾ ഇത് എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞു? എന്നാലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കല്യാണമാവാത്തൊരു കന്നിപ്പെണ്ണിനെ നോക്കി മേനോനങ്ങൾ ഇത് പറഞ്ഞില്ലേ? മഹാമോശം മഹാമോശം മഹാമോശം. അയ്യോ അയ്യോ അയ്യോ. എബി കളി നിർത്തി. മഴ. ഞാൻ ഇറങ്ങുന്നു. ഡാഡിയോട് പറഞ്ഞേക്കോ. ഓക്കെ. അയ്യോ അങ്ങളെ അതേ മുളകാ ബജി വേണ്ട, എനിക്ക് തിന്നൂടാ, അൾസറാ. രുക്കു, എന്നാ നാളെയും വരുന്നുണ്ട് ഞാൻ. ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശുക്രിയ. അയ്യോ ചൊല്ലി ചൊല്ലി പിന്നെയും ചൊല്ലി. നമ്മുടെ പൊമ്പല് വെച്ച് ചൊല്ലി. എല്ലാം കൈവിട്ടു പോയി. என்ன குழப்பாம விஷயம் என்னன்னு சொல்லுங்கப்பா. അത് എങ്ങനെ ചൊല്ലണത് രുക്കു? வாயில தான் சொல்லானு ஜானிய. എന്നാ നമുക്ക് ചൊല്ലല്ലേ? ഡാ, നീ ചൊല്ലു. നീ ചൊല്ല്. അയ്യോ യാരാவது ஒருத்தர் விஷயத்தை சொல்லுங்கப்பா. ശുക്രിയ എന്നല്ലേ ചൊല്ലിയത്? ശുക്രിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയോ? ശുക്രിയ. I love you. அடங்கொக்க மக்க. என்ன பார்த்தாட ஐ லவ் யூ னு சொன்ன. அடே சொட்ட மண்ட. இந்த எத்திரிக்காப்பட்டி குட்டியா நீ என்னன்னு நினைச்ச? உன்னை என்ன பண்றேன்னு பாரு. ஏய். No, I think a 260 partnership. They should leave the last 3 runs to be scored by, say, Mongi or somebody. But yeah, രുക്കു, കുറച്ച് വെള്ളം. கேட்டுப்புட்டா. மாட்டிக்கிட்டடா மவனே, இரு வர. அடே சோன் பப்படி தலையா, ஓசில டிவி பார்க்க வந்தா பாத்துட்டு போக வேண்டியதானே? ஏதோ நான் கொஞ்சம் அழகா இருக்கேன்றதுக்காக நீ எங்கிட்டே நம்பர் அடிக்க பாக்குறியா? இரு வர. playing at a delivery just around the off, and we couldn't even leave it yet to play. രുക്കുവിന് ക്രിക്കറ്റ് അറിയോ? വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഞാൻ പഠിപ്പിച്ചു തരാം. വെറുതെ ഇരിക്കുമ്പോ കാണാനേ സമയം പോവല്ലോ. கேட்டுப்புட்டானே கேட்டுப்புட்டானே. ஐயோ எந்திரியா மேல. எந்திரி மேல. உனக்கு என்ன நெஞ்செழுத்தா? என்ன பார்த்து சுக்ரியான்னு கேப்பேன். உனக்கு வீடு போ காடு வா வாங்குது. அடே கிழட்டு பயல, உன் நெஞ்சில இருக்கிற மஞ்சா சோத்தை எடுத்துற. எந்திரி மேல எந்திரி. ഞാനൊന്നും പറഞ്ഞല്ലോ. ஒண்ணும் பறச்ச வேண்டாம். அப்படியே வாய் மேல குத்திர. ஓடி போயிரு ஓடி போயிரு. கேட்டுட்டா பா கேட்டுட்டா. என்ன பார்த்து அந்த வார்த்தை கேட்டுட்டா பா. அந்த வார்த்தையா பா. എന്ത്